പറഞ്ഞെല്ലാം പഠിച്ചല്ലോ അല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടോ. അതായത് മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ ഒരു രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. അതായത് മുഗൾ കാലഘട്ടത്തിൽ അവരുടെ രാജ്യം കുറച്ചും കൂടി വിപുലമാക്കുന്നതിന്, അതായത് ഉള്ള രാജ്യം കുറച്ചും കൂടി വിപുലമാക്കുന്നതിനും അതേപോലെ അതായത് വിസ്തൃതമാക്കപ്പെട്ട രാജ്യം അതേപടി നിലനിർത്തുന്നതിനും എന്താവശ്യമായിരുന്നു? ശക്തമായൊരു സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അതായത് അവരുടെ രാജ്യം വിപുലമാക്കുന്നതിനും അതേപോലെ വിസ്തൃതമാക്കപ്പെട്ട രാജ്യം അതേപടി നിലനിർത്തുന്നതിനും വേണ്ടി അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവരുടെ ഈ സമ്പ്രദായം, അതായത് നമ്മുടെ ഈ മാൻസബ്ദാരി സമ്പ്രദായം അനുസരിച്ച് ഒരു 10 ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് വിചാരിക്കാം. ഒരു 10 ഉദ്യോഗസ്ഥന്മാർ, ആ 10 ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ എന്തുണ്ടാവും? ഒരു 100 പേരെന്ന് വിചാരിച്ചോ. ഒരു സൈനിക വ്യൂഹം ഉണ്ട്. അതായത് 10 പേർക്ക് ഇത്ര സൈനികർ, ഒരാൾക്ക് ഇത്ര, അതേപടി 10 പേർക്കും ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കുന്ന പറയുന്നത്. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന്. ആ ഉദ്യോഗസ്ഥന്മാർ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം, ആ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അതായത് അവർ, ആ ഉദ്യോഗസ്ഥർ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണം, ആ എണ്ണത്തിനനുസരിച്ചാണ് മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, ഒരു 10 പേരുണ്ടെന്ന്, ഒരു 10 ഉദ്യോഗസ്ഥരുണ്ടെന്ന് വിചാരിക്കാം. ആ 10 പേർക്കും ഒരു 100 സൈനികർ വെച്ചുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ആ 10 പേർക്കും ഒരാൾക്ക് 100 സൈനികർ വെച്ച് 10 പേർക്കും 100 സൈനികരുണ്ട്. അവർക്ക് എന്തുണ്ടാവും? ചിലപ്പം അവർക്കൊരു ഇതുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ 100 പേരിൽ 80 പേരെങ്കിലും എന്ത് ചെയ്യണം? അവർ നിലനിർത്തണം. അപ്പോൾ എല്ലാവർക്കും ആ 80 പേരെ നിലനിർത്തണം എന്നുണ്ടാവില്ല അല്ലേ. ചിലപ്പോൾ അതിൽ കുറയാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും ചെയ്യൂല്ലേ. അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈനികരെ നിലനിർത്തിയത് ആരാണോ അതനുസരിച്ചാണ് ആ മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരം ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് അവർ നേരിട്ട് പണം നൽകിയാണ് ഈ സൈനികരെയെല്ലാം നിലനിർത്തിക്കൊണ്ടുവന്നത്. ഇതിന് പകരമാണ് നടപ്പിലാക്കിയത്? മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. അതായത് അവരുടെ പദവി, ഉയർന്ന പദവിയുള്ളവർക്ക് അതിനനുസരിച്ച്, കുറച്ച് താഴ്ന്ന പദവിയുള്ളവർക്ക് അതിനനുസരിച്ച് നൽകിയിരുന്നു? ഭൂമി പതിച്ച് നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അതായത് അവർക്കിപ്പോൾ ഭൂമി പതിച്ച് നൽകിയെന്ന് പറഞ്ഞല്ലോ അല്ലേ. ആ ഭൂമി പതിച്ച് നൽകിയതിൽ നിന്ന് നികുതി പിരിച്ചാണ് മാൻസബ്ദാർ അവരുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ കൂടുതൽ വലിയ ഉദ്യോഗസ്ഥരെന്താണ്, അവർക്ക് അതിനനുസരിച്ചുള്ള ഭൂമി ഉണ്ടാവും. അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യും? നികുതി ലഭിക്കും. അപ്പോൾ ആ നികുതിയിൽ നിന്ന് അവരുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്നു. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇനി നമുക്ക് എന്താ പഠിക്കുന്നത്? അവരുടെ ഭരണരീതി, മുഗൾ ഭരണരീതിയാണ് കേട്ടോ. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്ന് നോക്കാം. അതായത് അവർ ഭരണം കുറച്ചും കൂടി
സൗകര്യമാക്കി ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. അവരിങ്ങനത്തെ ക്രമീകരണങ്ങളായിരുന്നു നടത്തിയിരുന്നതെന്ന് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് അതൊരു പിരമിഡായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് ഒരു പിരമിഡ് രൂപത്തിലാണ് തന്നിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് 4ആയിട്ടാണ് ഒരു ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ സുബ, അതിന് കീഴിലാണ് സർക്കാർ, പിന്നീട് പർഗാന, പിന്നെ ഗ്രാമം. ഇങ്ങനെ 4 എണ്ണമായിട്ടാണ് അവരിത് വിഭജിച്ചിരിക്കുന്നത് അല്ലേ. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. അതായത് മുഗൾ ഭരണത്തിൽ അക്ബർ ഭരിച്ച സമയത്ത്, അക്ബറിൻ്റെ ഭരണകാലത്താണ് ഇങ്ങനെ 4ആയിട്ടുള്ള ഒരു ഘടന ഫലപ്രദമായി വന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. എന്താണ്? പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അതുപോലെ അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. അതായത് ഇന്നത്തെ നമുക്കറിയാമല്ലേ, ഇന്നത്തെ കാലത്ത് കോടതികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വിഭജിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ക്രിമിനലിന് ഒരു കോടതി, കുടുംബ കോടതി വേറൊന്ന്, അങ്ങനെ ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്യാനും വേറെ വേറെ കോടതികളുണ്ട് അല്ലേ. പക്ഷേ പണ്ടത്തെ കാലത്ത്, അതായത് മുഗൾ ഭരണകാലത്ത് ഇതുപോലെ പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അതായത് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ അവിടുത്തെ തദ്ദേശീയരായ മതപണ്ഡിതന്മാർ അവരായിരുന്നു ആ പ്രശ്നത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഒരാൾ ഒരു കുറ്റം ചെയ്തു, പക്ഷേ അയാളതിൽ നിരപരാധിയാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ മതപണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന് അത് അദ്ദേഹം ആയിരുന്നില്ല അത് ചെയ്തതെങ്കിൽ അവർക്ക് അവരുടെ ചക്രവർത്തിയോട് നേരിട്ട് പോയി പരാതി പറയാനുള്ളൊരു അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. ഇനി അടുത്തത് പറയുന്നത് ഒരു പിക്ചറാണ് അല്ലേ. ഒരു പിക്ചർ അക്ബർ ചക്രവർത്തി ജനങ്ങളുടെ പരാതി കേൾക്കുന്നതാണ് അടുത്തതിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിച്ചിരുന്നു. പല തട്ടുകളായി വിഭജിച്ചിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. അതായത് ഏറ്റവും അടിത്തട്ടിൽ, ഏറ്റവും താഴെ സാധാരണക്കാരും അതേപോലെ അതിൻ്റെ ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. ജീവിത നിലവാരം അല്ലേ. അതായത് കുറച്ച് ലേശം വേതനം കിട്ടി വരുമെന്ന് വിചാരിച്ചു. അവരൊരു പണി ചെയ്തിട്ട് വളരെ തുച്ഛമായ വേതനം വരുമാനമൊക്കെ കിട്ടുന്നവർക്ക് അതിനനുസരിച്ചുള്ള ജീവിത രീതിയും കുറച്ച് മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നവർക്ക് അതിനനുസരിച്ചുള്ള ജീവിത രീതിയൊക്കെ ആയിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. വിവിധ ജാതിയിൽപ്പെട്ടവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലേ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. അതായത് എന്താണ്, ഒരു സ്ഥലത്തുള്ള, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലേ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഒരേ ജീവിത രീതിയാണോ? ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള പോലെ ഒരു ജീവിത രീതിയാണോ കുറച്ച് നോർത്തിലേക്ക് പോയാലും? അല്ലല്ലോ അല്ലേ. അവരുടെ എന്താണ് നമ്മളെക്കാട്ടിലും ജീവിത രീതിയും ഭക്ഷണവും വസ്ത്രവും ഒക്കെ എന്താണ് വളരെയധികം വ്യത്യാസപ്പെട്ടതാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയും ഭക്ഷണം, വസ്ത്രം എന്നിവയിലൊക്കെ എന്താണ് വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന എന്താണ്, അതായത് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്, ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അതായത് ഇതിലെന്താ പറയുന്നത്, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, ഇപ്പോൾ അവർ പറഞ്ഞാൽ 2 ഇത് തമ്മിൽ എന്താണ് ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും വഴിനീളെ എന്ത് കാണാം, കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന കാണാം അല്ലേ. അങ്ങനെ കച്ചവടങ്ങൾ ചെയ്യുന്നത് എന്തിൻ്റെതാണ്, സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് അല്ലേ. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ഇവരിൽ കൂടുതലും എന്താണ് കർഷകരായിരുന്നു അല്ലേ. അതുകൊണ്ട് ഈ സാമ്പത്തിക പുരോഗതിക്ക് ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു, കാർഷിക രംഗത്തെ നേട്ടങ്ങൾ തന്നെയായിരുന്നു അല്ലേ. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്ക് ഇതൊക്കെയാണ് അവരുടെ പ്രധാന കാർഷിക വിളകൾ. എന്തൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ. അബ്ദുൽ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരിനം മാത്രമല്ല, നെല്ലിനങ്ങളിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ നെല്ലിനങ്ങളുണ്ട് അല്ലേ. അവയെല്ലാം കൃഷി ചെയ്തിരുന്നു എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. അതായത് എന്താണ്, ഓരോ കർഷകനും എന്തെന്നും പാട്ടത്തിനൊക്കെയാണ് അല്ലേ നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നതൊക്കെ. അതായത് സ്വന്തമായി ഭൂമിയുള്ളവരൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളായിരിക്കും അല്ലേ. കൂടുതലും എന്താണ് പാട്ടത്തിനൊക്കെ എടുത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ പാട്ടത്തിനൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ എന്താണ്, ആ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യണം, നികുതി കൊടുക്കണം. അതായത് ഇത്ര കാലത്തിന് ഇത്ര നികുതി എന്ന് പറഞ്ഞ് കൊടുക്കണം. അതായത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ആ നികുതി കൊടുക്കുന്നിടത്തോളം കാലം ആ കർഷകന് എന്ത് ചെയ്യാം, അവിടെ കൃഷി ചെയ്യാം. ആ കൃഷി ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യില്ല, അവിടുന്ന് ഒഴിപ്പിക്കില്ല. എന്തെങ്കിലും ഒരു കാരണവശാൽ ആ നികുതി അവിടെ കൊടുത്തില്ലെങ്കിൽ എന്താണ്, അവരെ എന്ത് ചെയ്യും, ആ ഭൂമിയിൽ നിന്നും ഒഴിപ്പിക്കും. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പേർഷ്യൻ ചക്രം അല്ലേ, ഈ പിക്ചറാണ് പേർഷ്യൻ ചക്രം എന്ന് പറയുന്നത്. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. എന്തായിരുന്നു, വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. എന്തൊക്കെയായിരുന്നു കയറ്റുമതി ഇനങ്ങൾ? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ.
മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാ? ധാക്ക എന്ന് പറയുന്നത് എവിടെയാണ്? ബംഗ്ലാദേശ് അല്ലേ. മുർഷിദാബാദ് എവിടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? എവിടെയാ? വെസ്റ്റ് ബംഗാൾ. എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. മുർഷിദാബാദ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ. ലാഹോറോ? ലാഹോർ എവിടെയാണെന്നറിയോ? പഞ്ചാബ്. എവിടെയാണ്? പഞ്ചാബ്. സൂറത്തൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? സൂറത്ത് എവിടെയുള്ളത്? ഗുജറാത്ത്. എവിടെയാണ്? ഗുജറാത്ത്. പിന്നീടോ ആഗ്ര. ആഗ്ര എവിടെയാ? ഉത്തർപ്രദേശ് അല്ലേ. ആഗ്ര എവിടെയാ? ഉത്തർപ്രദേശ്. അപ്പോൾ ഓർത്ത് വെക്കാട്ടോ എന്തൊക്കെയാണ്? ധാക്ക എവിടെയാ? ബംഗ്ലാദേശ്. മുർഷിദാബാദ് വെസ്റ്റ് ബംഗാൾ. ലാഹോർ പഞ്ചാബ്. സൂറത്ത് ഗുജറാത്ത്. പിന്നീട് ആഗ്രയോ? ഉത്തർപ്രദേശ്. ഇനി അടുത്തത് സാംസ്കാരിക സമന്വയം. അടുത്തത് എന്താണ് കാണിക്കുന്നത്? ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു പിക്ചർ കാണിക്കുന്നത്. ഇത് എന്തിൻ്റെയാണ്? രാസ്നാമ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ് കേട്ടോ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. എന്ത്? മഹാഭാരതത്തിൻ്റെ വിവർത്തനം പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണിത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. എന്ത്? ഈ പരിഭാഷപ്പെടുത്തി എന്നുള്ളത് എന്തിൻ്റെ ഉദാഹരണമാണ്? മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി എന്ത് ചെയ്ത് കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണം. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിൽ സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം അല്ലേ. എന്തൊക്കെയാണ്? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട, ഇതൊക്കെ എന്താണ്? അതിനുദാഹരണങ്ങളാണ്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. അതേപോലെ എന്താണ്? ഉറുദു ഭാഷ അല്ലേ. ഉറുദു ഭാഷ എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ ഉറുദു ഭാഷ എങ്ങനെയാണ് രൂപപ്പെട്ടത്? പേർഷ്യൻ അതുപോലെ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷ ഉണ്ടായി. അതാണ് എന്ത്? ഉറുദു. അതേപോലെ എന്താണ്? ഹിന്ദുസ്ഥാനി സംഗീതം കേട്ടിട്ടുണ്ടാവില്ലേ. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും എങ്ങനെയാണ്? ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്ത്? പേർഷ്യൻ അതുപോലെ എന്താ? മുഗളർ ഇല്ലേ. എന്താണ്? അതിന് പേർഷ്യൻ മുഗളരല്ലേ. പിന്നെന്താ? 2 പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണത്? താജ്മഹലും പിന്നെ അടുത്തത് എന്താണ്? ആഗ്ര കോട്ട. മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. ഇത്രയേ ഉള്ളൂ എന്ത്? മുഗൾ ഭരണം എന്ന് പറയുന്നത്. അത് അത്രയും മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം? വിജയനഗരത്തിലേക്ക് കിടക്കാം. അവരുടെ ഭരണവും സാമ്പത്തികവുമായിട്ടുള്ള അവരുടെ മുന്നേറ്റവും എല്ലാം ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കാം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? വിജയനഗരം എന്ന് പറയുന്നത്. വിജയനഗരവും ഹംപിയും. വിജയനഗരം അതായത് എന്താണ്? വിജയത്തിൻ്റെ നഗരം. ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഇത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അതായത് എന്താ പറയുന്നേ? CE 1565 ഈ വിജയനഗരം എന്താണ്? നശിപ്പിക്കപ്പെട്ടു അല്ലേ. തുടർന്ന്
തുടർന്നുള്ള കാലത്ത് അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ മാത്രമായിരുന്നു എന്തുണ്ടായിരുന്നത്, ഈ നഗരം നിലനിന്നിരുന്നത്. അവരുടെ ഓർമ്മകളിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. എന്താണ് ഹംപി? ഹംപി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? ഹംപി അതായത് വിജയനഗരം നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് അവരുടെ മനസ്സിൽ അത് എന്തായിട്ടാണ് പറയുന്നത്, ഹംപി എന്ന പേരിലാണ് നിലനിന്നിരുന്നത്. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആരാണ് കണ്ടെത്തിയത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായ കേണൽ മക്കൻസി അല്ലേ? കേണൽ മക്കൻസി എപ്പോഴാണ് കണ്ടെത്തിയത്? 1800. അതിലൂടെ വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. ഇനി എന്താ കാണിച്ചിരിക്കുന്നത്? കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് എന്താണ്? കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരമാണ്. ഇനി ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഇത് എവിടേക്കാണെന്ന് ഒന്ന് കണ്ടെത്തി നോക്കൂട്ടോ. ഈ വിജയനഗരം എന്ന് പറയുന്നത് ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കായിട്ടാണെന്നൊന്ന് കണ്ടെത്തി നോക്കിട്ടോ, എന്നിട്ട് എഴുതണം. ഇനി നമുക്ക് എന്താ പഠിക്കുന്നത്? വിജയനഗര രാജാക്കന്മാരാണ് അല്ലേ? നോക്കാം. ഫസ്റ്റ് എന്താ? സംഗമ രാജവംശത്തിൽ ആരൊക്കെയായിരുന്നു? ഹരിഹരൻ, അതുപോലെ എന്താ ബുക്കർ. പിന്നെയോ സാലുവ വംശം. ആരാണ്? നരസിംഹ സാലുവ. പിന്നെയോ തുളുവ വംശം. ആരൊക്കെയാ? വീര നരസിംഹനും അതുപോലെ എന്താ കൃഷ്ണദേവരായരും. പിന്നെ ലാസ്റ്റ് എന്താണ്? അരവിടു വംശം. ആരൊക്കെയാ? തിരുമല, അതേപോലെ വെങ്കിട ഫസ്റ്റ് അല്ലേ? ഹരിഹരൻ, ബുക്കർ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ആരാണ്? ഹരിഹരൻ അതേപോലെ ബുക്കർ അല്ലേ? CE 1336 ഹരിഹരൻ, ബുക്കർ ഇവരാണ് വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ആര്? കൃഷ്ണദേവരായ. 1509 to 1529 ഏറ്റവും പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? കൃഷ്ണദേവരായ. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളും. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയതോടെ ഒപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചു. കൃഷ്ണദേവരായർ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരുപാട് വികസനങ്ങൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതുകൂടാതെ അവരുടെ തലസ്ഥാന നഗരമായ ഹംപിയിലും ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതോടൊപ്പം ചെയ്തിരുന്നു? അവിടെ ഒരുപാട് കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു? പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. അതാണ് എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തു. അദ്ദേഹം ചെയ്തത്? എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിച്ചു. അതായത് ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ അതുപോലെ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ ജൂതനെന്നോ ഒന്നും
വ്യത്യാസമില്ലാതെ എല്ലാവരെയും എന്ത് ചെയ്തു, ഒരേപോലെ പരിഗണിക്കുകയും അതുപോലെ എന്താണ്, ഓരോ മതക്കാർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ എന്താണ് അദ്ദേഹം അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവിടെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് രചിച്ചത്? അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്ന അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. ആരാണ് രചിച്ചത്? കൃഷ്ണദേവരായർ കേട്ടോ. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിത കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചു. ഇനി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയം. ഇനി നമ്മൾ അടുത്തെന്താ പറയുന്നത്? അവരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. അതെന്താണ്? മുഗൾ ഭരണത്തിലും അതേപോലെ എന്താണ്, വിജയനഗര ഭരണത്തിലും എന്താണ് നിലനിന്നിരുന്നത്? രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, പ്രവിശ്യകൾ, നാടുകൾ, അതായത് എന്താണ്, മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചു. മറ്റേ മുഗൾ ഭരണത്തിലും എന്ത് ചെയ്തു, ഇതുപോലെ വിഭജിച്ചിരുന്നല്ലേ. അത് നമ്മളൊരു പിരമിഡ് രൂപത്തിൽ കണ്ടു, ഭരണം കുറച്ചും കൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ ഇവരും എന്ത് ചെയ്തിരുന്നു, ഭരണം കുറച്ചും കൂടി എളുപ്പമാക്കുന്നതിന് എന്തൊക്കെയായി തിരിച്ചു? പ്രവിശ്യകൾ, ജില്ലകൾ, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞത് എന്താണ്? കോടതികൾ ഉണ്ടായിരുന്നില്ല അല്ലേ, ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്ത് പറഞ്ഞിരുന്നത്? മുഗൾ ഭരണകാലത്ത് പറഞ്ഞല്ലേ, അവിടെ എന്തായിരുന്നു? മതപണ്ഡിതന്മാരായിരുന്നു അല്ലേ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇവിടെ എന്താണ്? ഒരു നീതി നിർവഹണത്തിനായിട്ട് എന്ത് ചെയ്തു? കോടതികൾ സ്ഥാപിച്ചു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ഇതിൻ്റെ അതായത് അപ്പീൽ അധികാരി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം തീർപ്പ് കൽപ്പിക്കുന്ന ഒരാൾ ആരെന്നെയായിരുന്നു? രാജാവായിരുന്നു. ഇമ്പോർട്ടൻ്റ് കേട്ടോ, കോടതികൾ സ്ഥാപിച്ചിരുന്നു കേട്ടോ. വിജയനഗര ഭരണകാലത്ത് എന്ത് ചെയ്തിരുന്നു? കോടതികൾ സ്ഥാപിച്ചു. അപ്പീൽ അധികാരി ആരാണ്? രാജാവ് തന്നെയാണ് കേട്ടോ. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. ഇതിലെ പ്രധാന പങ്ക് വഹിച്ചവർ ആരൊക്കെയാണ്? നായകന്മാരും അതേപോലെ അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ നാട്ടിലെ എന്താണ്, സൈനിക മേധാവികൾ എന്താണ് അറിയപ്പെട്ടിരുന്നത്? എന്തായിട്ടാണ്? അമരനായകന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. രാജാക്കന്മാരെ എന്ത് ചെയ്തിരുന്നു? അമരനായകന്മാർക്കായിട്ട് എന്ത് ചെയ്തിരുന്നു? ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ്? അമര. അമര എന്ന പേരിലാണ് എന്ത്, അമരനായകന്മാർക്ക് കൊടുത്ത ഭൂപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അമരത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് അമരന്മാർ, അതായത് അമരന്മാർ തന്നെയായിരുന്നു എന്ത്, അമര എന്ന ഭൂപ്രദേശത്തിൻ്റെ ഭരണമെല്ലാം നിർവഹിച്ചിരുന്നത്. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് തന്നെയായിരുന്നു? അമരനായകന്മാർക്ക് തന്നെ ആയിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. അതായത് എന്ത്, അമര എന്ന ഭൂപ്രദേശം ഇവരായിരുന്നല്ലേ ഭരിച്ചിരുന്നതും അതുപോലെ നികുതി പിരിക്കുന്നതൊക്കെ എന്താണ്, അമരനായകന്മാരാണ്. പക്ഷേ എന്ത് ചെയ്യണമായിരുന്നു? ആ പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഒരു പങ്ക് എവിടെ കൊടുക്കണമായിരുന്നു? നമ്മുടെ രാജാവിന് കൊടുക്കണമായിരുന്നു. ഒരു നിശ്ചിത തുകയാണ് കേട്ടോ. അതായത് ഇത്ര വേണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നികുതി പിരിക്കുമ്പോൾ ആ തുക തന്നെ രാജാവിനെ ഏൽപ്പിക്കണമായിരുന്നു.
ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. അതായത് ഇവർ എന്ത് ചെയ്തിരുന്നു, ഇത്ര എണ്ണം, അതായത് കുറച്ച് ഇത്ര എണ്ണം എന്നുള്ള അവർക്കൊരു കണക്ക്, ആ കണക്കിലുള്ള കാലാളുകൾ, കുതിരകൾ, ആനകൾ അവരെയെല്ലാം നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് അമരനായക സംവിധാനം? ഇനി അടുത്ത് നമുക്ക് എന്താ നോക്കാം, സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിലെ മേധാവിത്വം ഉണ്ടായിരുന്നത്. ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? ബ്രാഹ്മണർക്ക് കേട്ടോ. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. അതായത് ബ്രാഹ്മണർ എന്ന് പറയുന്നത് അറിയാലല്ലേ, നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ബ്രാഹ്മിൺസ് ആണല്ലേ. അതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ വരുമാനമെല്ലാം ആർക്ക് അവകാശപ്പെട്ടതായിരുന്നു? ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. അതാണ് ബ്രാഹ്മണരാണെന്ന് ക്ഷേത്രകാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ബാക്കിയുള്ള ജനവിഭാഗങ്ങളൊക്കെ എന്തിലാണ് ഏർപ്പെട്ടിരുന്നത്? കുറച്ച് പേര് കൃഷി ചെയ്യാൻ, കുറച്ച് പേര് കച്ചവടത്തിന്, കുറച്ച് പേര് അല്ലാത്ത കൈത്തൊഴിലുകൾക്ക്, ഇങ്ങനെയുള്ളതൊക്കെയായിരുന്നു ബാക്കിയുള്ളവരുടെ ഏർപ്പാടുകൾ. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കുന്നതിനും പൂന്തോട്ടം അലങ്കരിക്കുന്നതിനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ബഹുഭാര്യത്വം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരല്ലേ. അപ്പോൾ സമ്പന്നരുടെ ഇടയിൽ എന്ത് ചെയ്തിരുന്നു? ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. അതേപോലെ ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. ഇനി വിജയനഗരം സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ കുറിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. നമ്മൾ പറഞ്ഞല്ലേ, ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്? സിൽക്കും പരുത്തിയും കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ടു കിടന്ന പ്രദേശങ്ങളെ ജലസേചനയോഗ്യമാക്കി. അതെന്താണ്? വരണ്ട് കിടന്ന ഭൂമി, അതായത് കൃഷി ചെയ്യാനോ വെള്ളത്തിന് ഒരു ഉപയോഗവും ഇല്ലാണ്ട് കിടന്ന പ്രദേശങ്ങളെ അവർ എന്ത് ചെയ്തു? ജലസേചനയോഗ്യമാക്കി മാറ്റി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അതായത് ഇതൊക്കെ എന്ത് ചെയ്തു? കാർഷിക മേഖലയെ ഒന്നും കൂടി വലുതാക്കി. ഭൂമി സർവേ ചെയ്ത ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. അതായത് ചിലപ്പോൾ ഒരുപാട് ഭൂമികൾ ഉണ്ടായിരിക്കാം, പക്ഷേ എല്ലാ ഭൂമിക്കും ഒരേ ഗുണനിലവാരം ഉണ്ടാവണമെന്നില്ല അല്ലേ. അവിടുത്തെ മണ്ണുകളിൽ വളത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അല്ലേ അവിടെ ഓരോ കൃഷിയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം എത്ര നല്ല ഭൂമിയാണെന്ന് വെച്ചാൽ മണ്ണ് എന്തെങ്കിലും ഒരു മോശമാണെങ്കിൽ നമുക്കൊന്നും അവിടെ വിളയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഭൂമിയുടെ നിലവാരം അനുസരിച്ചാണ് ആ ഭൂമിക്ക് ഒരു നികുതി നിശ്ചയിച്ചിരുന്നത്. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗം. ഈ ഭൂമിക്കുള്ള സർവേ മാത്രമല്ല, അത് കൂടാതെ എന്തൊക്കെയുണ്ട്? തൊഴിൽ നികുതി, തൊഴിൽ ചെയ്യുന്നതിന് കുറച്ചൊരു നികുതി, അതുപോലെ വീട് വെച്ചവർക്ക് അല്ലേ വീട്ടുനികുതി, അതുപോലെ ലൈസൻസ് ഫീസുകൾ, അതുകൂടാതെ കോടതി ശിക്ഷ. അതായത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര രൂപ പിഴ എന്നൊക്കെ എന്ത് ചെയ്തിരുന്നു? പറഞ്ഞിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെയാണ് ഗവൺമെൻറ്റിന് പ്രധാനമായിട്ട് കിട്ടിയിരുന്നത്? വരുമാനം കിട്ടിയിരുന്നത്. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു.
ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകിയ ഭരണാധികാരികൾ എന്താണ്? വിദേശ വ്യാപാരത്തിന്, അതായത് എന്താണ്, നമ്മുടെ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ അല്ലേ വിദേശ വ്യാപാരത്തിനൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് പ്രോത്സാഹനമൊക്കെ നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തകയുണ്ടായിരുന്നത്. ആ കാലത്ത് എന്താണ്? പോർച്ചുഗീസുകാർക്കും അതേപോലെ അറബികൾക്കുമായിരുന്നു. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തിയത്. അതുപോലെ എന്താണ്? ചൈനയും ശ്രീലങ്കയുമായിട്ടും എന്ത് ചെയ്തിരുന്നു? വ്യാപാരങ്ങൾ നടത്തിയിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. ആരായിരുന്നു പ്രധാനമായും കുതിര കച്ചവടം നടത്തിയിരുന്നത്? അറബികൾ. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത്? കുതിരച്ചെട്ടികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്താ അറിയപ്പെട്ടിരുന്നത്? കുതിരച്ചെട്ടികൾ. കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ട കച്ചവടക്കാരെയാണ് എന്ത് പറയുന്നത്? കുതിരച്ചെട്ടികൾ എന്ന് പറയുന്നത്. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. അതെന്താണ്? ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം ആ രാജ്യത്തിന് കിട്ടും അല്ലേ? ആ രാഷ്ട്രത്തിന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്യും? കുറച്ചും കൂടി ശക്തിപ്പെടും, കുറച്ചും കൂടി ഉയരും. നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവടത്തെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത് പഠിക്കുന്നത് എന്താ? സാംസ്കാരികം. ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? ഹസാര രാമക്ഷേത്രം എവിടെയുള്ളതാണ്? ഹംപിയിലുള്ള ക്ഷേത്രമാണ്. പിന്നീടൊന്ന് കാണിക്കുന്നുണ്ട്, എന്താണ്? വിത്തല സ്വാമി ക്ഷേത്രം എവിടെയാണ്? അതും ഹംപിയിലാണ്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. അതായത് എന്ത്? സാമ്പത്തിക രംഗം മാത്രമല്ല, എന്താണ്? സാംസ്കാരിക രംഗത്തും ഒരുപാട് പുരോഗതി ഉണ്ടായിരുന്നു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. എന്താണ്? സ്കൂൾ പോലെ എന്താണ്? വേദങ്ങൾ പഠിക്കുന്നതിനും ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് പാഠശാലകൾ സ്ഥാപിച്ചു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. എന്താണ്? ഒരുപാട് വളർച്ചയുണ്ടായി. എന്തിനൊക്കെ? കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയവയ്ക്കൊക്കെ. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകർ ആയിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. എന്താണ് ഉണ്ടായിരുന്നത്? ദ്രാവിഡ ശില്പരീതിയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടമാണ് വിജയനഗര ശില്പകലയുടെ പ്രധാന സവിശേഷത. എന്താണ്? ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ അല്ലേ? കണ്ടില്ലേ പിക്ചറിൽ? ഇതെന്താണ്? വിരൂപാക്ഷ ക്ഷേത്രവും അതുപോലെ എന്താ? ലോട്ടസ് മഹൽ ഹംപി അല്ലേ? രണ്ടും എന്തിലാണ്? ഹംപിയിലാണ് അല്ലേ? കണ്ടില്ലേ? സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. എന്തൊക്കെയാണ്? സാഹിത്യരംഗത്തും ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. സാഹിത്യരംഗത്ത് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് എന്താണ്? തെലുങ്ക് സാഹിത്യം. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും എന്താണ്? ഈ കാലഘട്ടത്തിലാണ്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ ചാപ്റ്റർ കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? മുഗളനെ കുറിച്ചും അതുപോലെ എന്താ? വിജയനഗരത്തെക്കുറിച്ചും അല്ലേ? രണ്ട് ഭരണകാലത്ത് എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ളത് കുറച്ച് പ്രവർത്തനങ്ങളാണ്. അത് വായിച്ച് നോക്കിയിട്ട് കുറച്ച് ആൽബവും സെമിനാറും ഒക്കെ ചെയ്യാനാണ് കേട്ടോ. കുറിപ്പ് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? മുഗൾ ഭരണവും വിജയനഗര ഭരണവുമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ്? അതൊന്ന് കണ്ടുപിടിക്കുമോ? 2 പോയിന്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് രാജവാഴ്ച അല്ലേ? മുഗൾ ഭരണകാലത്തും വിജയനഗര ഭരണകാലത്തും എന്താണ്? രാജവാഴ്ച തന്നെയാണ് അല്ലേ?
പിന്നെ എന്തൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണം ഒന്ന് ഞാൻ പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾക്ക് പഠിച്ചിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ഒന്നെന്താണ്, കോടതികൾ അല്ലേ. പണ്ടത്തെ മുഗൾ ഭരണകാലത്ത് കോടതികളുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു അവർ തീർപ്പ് കൽപ്പിച്ചിരുന്നത്? മതപണ്ഡിതന്മാരായിരുന്നു എന്ത് അല്ലേ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരുന്നത്. വിജയനഗരം ആയപ്പോഴത്തേക്ക് എന്തായി? അവർ കോടതികൾ സ്ഥാപിച്ചു അല്ലേ. അതേപോലെ ഇനിയും ഉണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ, വായിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി എഴുതുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.